മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 1000 ആണ്ട് വാഴ്ചക്കാലത്തെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ തേജസ്സിൻ്റെ ശരീരവും ആയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു. നമ്മളെക്കുറിച്ചാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നത്. തേജസ്സിൻ്റെ ശരീരവുമായിട്ടാണ് നമ്മൾ വരുന്നത്. അവിടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ ക്ലൈമറ്റൊക്കെ എൻ്റയർലി ചേഞ്ച് ആവും. കാരണം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ജീവിച്ചതുപോലെ അതുപോലെയുള്ള ഒരു ക്ലൈമറ്റൊക്കെ ദൈവം അതാക്കി തരും. നമുക്ക് 1000 വർഷം ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സൊക്കെ കുറഞ്ഞു പോകുമല്ലോ. അന്നേരം നമ്മുടെ ആയുസ് കുറഞ്ഞു പോകാതിരിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അവിടെ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തേജസ്സിൻ്റെ ശരീരമാവുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധമില്ല. എന്നാൽ ആ ലോകത്തിൽ അന്നുള്ള യഹൂദന്മാരും ജാതികളുമായിട്ടുള്ളവർക്ക് 1000 സംവത്സരം അവിടെ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സൂര്യൻ്റെ കാര്യം പറഞ്ഞു, സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കാര്യം പറഞ്ഞു. സൂര്യൻ്റെ പ്രകാശം യെശയ്യാ 30:26 നിന്ന് പറഞ്ഞു. അവിടെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും എക്സ്റേ റേസും ഒന്നും കാണത്തില്ല. ഇപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന അതൊന്നും കാണത്തില്ല. ഹൈഡ്രജൻ കത്തി ഹീലിയം ഉണ്ടായി, അതിൻ്റെ ചൂടിൽ നിന്നും ഫ്യൂഷൻ ഉണ്ടായി, അങ്ങനെയുള്ള സൂര്യനൊന്നും അല്ല അവിടെ വരുന്നത്. ഇതെല്ലാം കംപ്ലീറ്റ്ലി മാറും. പുതിയ അപകടമില്ലാത്ത സൂര്യനായിരിക്കും നമുക്കുണ്ടാകുന്നത്. അവിടെ വേറൊരു പ്രത്യേകത, യെശയ്യാപ്രവചനം 33:24 എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയില്ല, അതിൽ പാർക്കുന്ന ജനത്തിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയില്ല. ഇതിൽ മാംസവും മജ്ജയും ഉള്ള ജാതികളും യഹൂദന്മാരെയും ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. ആരും ഐ ആം സിക്ക് എന്ന് പറയത്തില്ല എന്നുള്ളതാണ്. അവിടെ രോഗമെന്ന് പറയുന്നതില്ല. അതുപോലെ മൃഗങ്ങളുടെ വന്യത മാറും. യെശയ്യാവ് 65:25 ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, സർപ്പത്തിന് പൊടി ആഹാരമായിരിക്കും. എൻ്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മൃഗത്തിൻ്റെ വന്യത മാറും 1000 ആണ്ട് വാഴ്ചയിൽ നമുക്കറിയാം. പിന്നെ അതുപോലെ തേജസ്സിൻ്റെ ശരീരമുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. തേജസ്സിൻ്റെ ശരീരമുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ കഴിക്കാം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വെച്ച് മാത്രമേ മുന്തിരിവള്ളിയുടെ അനുഭവം നിങ്ങളോടൊപ്പം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിക്കും യേശുവിനത് ആവശ്യമുണ്ടായിട്ടല്ല അങ്ങനെ കഴിക്കുന്നത്. എന്നാൽ അവിടെ വെച്ച് കഴിക്കാം, ഒരു ഫെലോഷിപ്പിന് വേണ്ടി. മമ്രയുടെ തോപ്പിൽ അബ്രഹാമിൻ്റെ അവിടെ ദൂതന്മാർ വന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. അവർ വന്ന് എന്താ കഴിച്ചില്ല, ദൂതന്മാർ വന്ന് ഭക്ഷണം കഴിച്ചില്ലേ? അത് ഒരു ഫെലോഷിപ്പിന് വേണ്ടിയാണ് കഴിച്ചത്. അന്നത്തെ നിവാസികളുമായി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സസ്പെൻഡഡ് ആയിട്ട് മേളിലായിരിക്കും ഉള്ളത്. ഈ ഭൂമിയിൽ ടച്ച് ചെയ്യത്തില്ലായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. പുതിയ യെരുശലേം പോലെ കാന്തയായിട്ടുള്ള സഭ സെപ്പറേറ്റഡ് ആയിരിക്കും. അവർക്കൊക്കെ ഇപ്പോൾ വലിയ റിവാർഡ്സും അധികാരങ്ങളും ഭരണവും കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെപ്പോഴും ഇവിടെ വന്നു പോവുകയും നിൽക്കുകയൊക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ നമ്മുടെ ഫെലോഷിപ്പ് അവരുമായിട്ട് ഇല്ല. ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ട് നമ്മൾ ഈ ലോകത്തിലുള്ള ജനവുമായിട്ട് ഇൻ്റർമിങ്കിൾ ചെയ്യുന്നില്ല. കാരണം അന്നത്തെ നിവാസികളുമായിട്ട് ഫെലോഷിപ്പിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കും. അവർക്ക് ഭക്ഷണം കഴിക്കാം, നമ്മൾ അവരോടിരുന്ന് ഭക്ഷണം കഴിക്കാം. അതുപോലെ അവരെ ഡയറക്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ശരീരത്തിന് ഉറക്കം ആവശ്യമില്ല. അവിടെ രാത്രിയില്ല, സൂര്യൻ എപ്പോഴും ഉണ്ട്, നമുക്ക് ഉറക്കമില്ല. അതുപോലെ പ്ലെയിനും ട്രെയിനും ഒന്നും ആവശ്യമില്ല ട്രാവൽ ചെയ്യാനായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ഗ്ലോറിഫൈഡ് ബോഡിയാണ്. അതുകൊണ്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും എത്ര സ്പീഡിൽ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇപ്പം കേരളത്തിൽ നിൽക്കുമ്പോൾ തന്നെ അടുത്ത സെക്കൻഡിൽ യെരുശലേമിൽ നിൽക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ വലിയ അലങ്കാരത്തോടുകൂടിയാണ് വരുന്നത്. നമുക്ക് പ്രതിഫലമൊക്കെ ദൈവം തന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞു കിരീടങ്ങളൊക്കെ ഉണ്ട്. ഈ കിരീടങ്ങളെന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പൊസിഷനാണ് കിരീടം വെച്ച് ഇരിക്കുക എന്ന് പറയുന്നത്. രാജാവിനൊക്കെയാണ് കിരീടമുള്ളത്. എന്നാൽ ഇവിടെ കിരീടം ദൈവം നമുക്ക് കർത്താവ് തരുന്ന കിരീടം തലയുടെ അളവെടുത്ത് നോക്കിയിട്ടൊന്നുമല്ല കിരീടം ഉണ്ടാക്കി തരുന്നത്. ഇതൊരു ദൈവം തരുന്നൊരു റൈറ്റും അവകാശവുമാണ്. ആ കിരീടത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. 5 കിരീടങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ വരുന്നത്. എന്നാൽ ഈ കിരീടം ഒക്കെ വെച്ച് നമ്മൾ വരുമ്പോൾ നമുക്കൊരുപാട് അവകാശങ്ങളും റൈറ്റും അതിനകത്തുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ സ്ഥലങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഭൂമിക്ക്
യെശയ്യാ 40:4 എല്ലാ താഴ്വരയും നികന്ന് എല്ലാ മലയും കുന്നും താണു വരേണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. അന്നേരം യഹോവ എല്ലാ മലകളെയും നികത്തി എല്ലാ കുന്നും, കാരണം ഇവിടെ ഒരുപാട് ഭൂമി ഉലുക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ഇതായിരിക്കാം എല്ലാ മലയും കുന്നും എല്ലാം താണു വരുന്ന ഒരു അവസ്ഥ. യെശയ്യാ 35:1 മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച പനിനീർപുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്തുല്ലാസത്തോടും ഘോഷത്തോടും ഉല്ലസിക്കും. അപ്പോഴേ മരുഭൂമിയായിട്ടുള്ളവരൊക്കെ ഗാർഡനായി മാറും. കാരണം എന്താണ്? ഈ ഭൂമിയുടെ ശാപം മാറിയിരിക്കുകയാണ്. അതിൻ്റെ അവകാശം, ഭൂമിയുടെ അവകാശം കാന്തയ്ക്ക് കൊടുക്കുമ്പോൾ അത് ലോകം മുഴുവനൊരു പൂന്തോട്ടമായി മാറും. വലിയൊരു കാര്യമാണ്. നമുക്ക് ഗൾഫ് കൺട്രികളിലൊക്കെ അറിയാമല്ലോ, മണലാരണ്യങ്ങളൊക്കെ ഇപ്പോഴവർ വെള്ളമൊക്കെ നനച്ച് ഗാർഡനാക്കി മാറ്റിയിട്ടുണ്ട്. ഭൂമിക്ക് 1600 km/h കറക്കമുണ്ട്. അതുവഴിയാണ് ഒരു മാഗ്നറ്റിക് പവറൊക്കെ ഇപ്പോഴ് നമുക്കുണ്ടായിരിക്കുന്നത്. ഈ മാഗ്നറ്റിക് പവർ കൊണ്ടാണ് നമ്മുടെ 5 ലെയറുകളെ സപ്പോർട്ട് ചെയ്ത് ഭൂമി ഇന്ന് നിലനിൽക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാം ഇപ്പോഴ്. എന്നാൽ ആ സമയത്ത് എന്ന് വെച്ചാൽ 1000 ആണ്ട് വാഴ്ചയിൽ യെശയ്യാപ്രവചനം 60:19-20 വാക്യങ്ങൾ പറയുന്നു, ഇനി പകൽ നേരത്തെ നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല, യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. ഇരുട്ടിൻ്റെ അധികാരിയാണ് സാത്താൻ. ഈ സാത്താൻ ഇപ്പോഴവിടെ ഇല്ല. ഇരുട്ട് സാത്താൻ്റെ മറയാണ്. ഇനിയും രാത്രിയിലും പകലും ഒന്നും പ്രത്യേകതയൊന്നുമില്ല, എല്ലാ സമയവും നിത്യപ്രകാശമായിരിക്കും. യഹോവ നിനക്ക് സകല കാര്യങ്ങളും തരും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സമയത്ത് സാത്താനെ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു പാപവും ഭൂമിയിലില്ല, എല്ലാ ജനമൊക്കെയും നീതിമാന്മാരാണ്. ആ സമയത്ത് 21 വാക്യം 60:21 യെശയ്യാ, നിന്റെ ജനമൊക്കെയും നീതിമാന്മാരാണ്. അതുപോലെ അവിടെ കൂടുതൽ ആളുകൾ ഒരുപാട് വളരും, ഒരുപാട് ഇൻക്രീസ് ചെയ്യും. 22 വാക്യം, കുറഞ്ഞവൻ 1000 ചെറിയവൻ മഹാജാതിയുമായി തീരും. യഹോവയെ താൻ തക്ക സമയത്ത് തന്നെ നിവർത്തിക്കും. ചെറിയ ഗ്രൂപ്പ് ആളുകളേ ഉള്ളൂ. യഹൂദന്മാർ ചെറിയ എണ്ണമാണ്, ബാക്കി 2/3 നശിച്ചുപോയി. അല്ലാത്ത ബാക്കിയുള്ള കുറേ പേര് ജാതികളിൽ നിന്നും, ബാക്കി അന്നത്തെ ഭൂകമ്പവും ലോകത്തിലുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവർ കുറേ പേര് പട്ടുപോയി. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അവർ കുറഞ്ഞവൻ 1000-ആയും ചെറിയവൻ മഹാജാതിയുമായി തീരും. അവർ ഒരുപാട് പെറ്റുപെരുകി വർദ്ധിക്കാനായിട്ട് കാരണമായി തീരുന്ന ഒരു അവസ്ഥയാണ് 1000 ആണ്ട് വാഴ്ച. ദൈവം ഭൂമിയെ ശപിച്ചു. എപ്പോഴാണ്? ഉൽപ്പത്തി പുസ്തകം 4:12 ഭൂമി നീ കൃഷി ചെയ്യുമ്പോൾ ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരില്ല, നീ ഭൂമിയിൽ ഉഴലുന്നവനാകും എന്ന് പറഞ്ഞിട്ട് കയ്യിനെ ശപിക്കുന്ന ഭാഗം നമ്മൾ കാണുന്നു. ഭൂമിയിൽ അതിൻ്റെ വീര്യങ്ങൾ തരികയില്ല. കാരണം ഇവിടെ കീടങ്ങൾ ധാരാളമായിട്ടുണ്ട് ഈ ഭൂമിയിൽ. അതുമാത്രമല്ല വെട്ടുക്കിളിയും ധാരാളമായിട്ടുണ്ട്. ഇതെല്ലാമുള്ള ഭൂമിയിൽ ഇനിയും അതിൽ നിന്ന് അതെല്ലാം മാറി ഭൂമി അനുഗ്രഹിക്കപ്പെടുകയാണ്. അതിൻ്റെ ആ ശാപമെല്ലാം മാറുകയാണ്. അതിൻ്റെ ഒരു നിഴലായിട്ട് നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം 41 ശാപം പിടിച്ച് ഭൂമിയിൽ യോസഫിന് കൊടുത്ത വാഗ്ദാനം. യോസഫ് ഫറവോൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ അവന് 30 വയസ്സ് പ്രായമായിരുന്നു. അവന് ആ സ്വപ്നമൊക്കെ കണ്ട് വ്യാഖ്യാനിച്ച് അവനെ അവിടുത്തെ പ്രൈം മിനിസ്റ്ററായി കഴിഞ്ഞപ്പോൾ 47 വാക്യത്തിൽ സുഭിക്ഷമായ 7 സംവത്സരവും ദേശം സമൃദ്ധിയായി വിളഞ്ഞു. മിസ്രൈം ദേശത്ത് സുഭിക്ഷതയുണ്ടായ 7 സംവത്സര ധാന്യങ്ങളൊക്കെയും അവൻ ശേഖരിച്ച് പട്ടണങ്ങൾ സൂക്ഷിച്ചു. ഓരോ പട്ടണത്തിലും ചുറ്റുവട്ടത്തിലുള്ള നിലത്തിലെ ധാന്യം സൂക്ഷിച്ചു. അങ്ങനെ യോസഫ് കടൽക്കരയിലെ മണൽ പോലെ എത്രയും വളരെ ധാന്യം ശേഖരിച്ചു വെച്ചു. അളപ്പാൻ കഴിയില്ല, അയാൾ അളവ് നിർത്തിവെച്ചു. ധാന്യം വർദ്ധിച്ചപ്പോൾ അളവില്ലാത്ത ധാന്യമാണ്. അതൊരു വലിയ അത്ഭുതമാണ്. യോസഫിൻ്റെ സ്വപ്നം നിവർത്തിക്കാനായിട്ട് ദൈവം ശാപം പിടിച്ച ഭൂമിയിൽ കൊടുത്ത വാഗ്ദത്തമാണത്. ഒരു കീടത്തിൻ്റെ കുത്തുപോലുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു ചാക്കിനകത്ത് കുറച്ച് നെല്ലോ
കുറച്ച് അരിയോ എങ്ങാണ്ടോ ഒന്ന് സൂക്ഷിച്ച് നോക്കി, എപ്പോഴതിനകത്ത് കീടം കയറി കുത്തുന്നതെന്നറിയത്തില്ല. അത് ഈ ശാപം പിടിച്ച ഭൂമിയിൽ ആയിരുന്നു ഇവിടെ ഇത്രയും ധാന്യം വിളഞ്ഞത്. അത് പറയുന്നത് ഇങ്ങനെയാണ്, അത് അളക്കാൻ പറ്റത്തില്ലായിരുന്നു, അത്രയ്ക്കുണ്ടായിരുന്നു. കടൽക്കരയിലെ മണൽ പോലെ അളപ്പാൻ കഴിവില്ലായതിൽ അളവ് നിർത്തിവെച്ചു, അത്രയ്ക്ക് ധാന്യം ഉണ്ടായിരുന്നു. യോസഫിൻ്റെ സ്വപ്നം. ഇസാക്കിനും ഇതുപോലൊരു അനുഭവമുണ്ട്. ഇസാക്ക് ആ ദേശത്ത് വിതച്ചു. 26 ഉൽപ്പത്തി 26:12 ആ ആണ്ടിൽ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു എന്ന് പറഞ്ഞു. ഇസാക്കിനെ ദൈവം അനുഗ്രഹിച്ച് ശാപം പിടിച്ച ഭൂമിയിലെ ഇസാക്കിന് 100 മേനി വിളവ്, അതൊരു വേൾഡ് റെക്കോർഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴിവിടെ അതുപോലെ ഒരു നിഴലായിട്ട് കാണുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കർത്താവായ യേശുക്രിസ്തുവാണ് ഇവിടെ യെരുശലേമിലിരുന്ന് ഭരിക്കുന്നത്. വചനം ജഡമായി തീർന്ന പാപരഹിതൻ, സകല മനുഷ്യരുടെയും നിരൂപണങ്ങൾ അറിയുന്നവൻ, അധികാരമുള്ളവൻ, ലോകത്തിൽ അവനെപ്പോലെ വേറെ ആരുമില്ല, അറുക്കപ്പെട്ട കുഞ്ഞാട്, സ്വർഗീയൻ, സഹതാപമുള്ളവൻ, മരണത്തെ അതിജീവിച്ചവൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. അവനാണ് കർത്താവിൻ്റെ കർത്താവിൻ്റെ ഭരണമാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ഈ കർത്താവ് അവിടെ ഇരിക്കുമ്പോഴും അതിൻ്റെ കണ്ടിന്യൂറ്റി, ആ ഭരണം കണ്ടിന്യൂ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ലോകത്തെ ഭരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മളും ഒരുപാട് കർത്താവിനോട് ചേർന്ന് ഭരിക്കുന്നതാണ്. അവൻ്റെ കണ്ടിന്യൂറ്റി ചെയ്യുന്ന നമ്മളാണ്. യെശയ്യാവ് 11:3 അവൻ്റെ പ്രമോദം യഹോഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്ന പോലെ വിധിക്കുകയുമില്ല. അതുകൊണ്ട് യഹോവയുടെ ആത്മാവും അവൻ്റെ ജ്ഞാനവും അവൻ്റെ വിവേകവും അവൻ്റെ ബലവും അവൻ്റെ പരിജ്ഞാനവും അവൻ്റെ യഹോഭക്തിയും ഇതെല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു വലിയ ഭരണമാണ് അവിടെ നടക്കുന്നത്. 11:5 പറയുന്ന നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തൻ്റെ അരക്കച്ചയുമായിരിക്കും. നീതി ഇന്ന് വരെ ഇല്ല. ദൈവസഭയ്ക്ക് പുറത്ത് നീതിയില്ല. ഇന്ന് അനീതി മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ന് നീതി മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. 85 സങ്കീർത്തനം 10-11 വാക്യം, ദയയും വിശ്വസ്തയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്ത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. യഹോവ നന്മ നൽകുകയും ദേശത്തെ വിള തരികയും ചെയ്യും. ഇവിടെ എല്ലാം തന്നെ കാണുന്നത് നീതി നടപ്പാക്കുന്ന ദൈവം, ദയയും വിശ്വസ്തയും നടപ്പാക്കുന്ന ദൈവം. കാരണം എന്താണ്? പിശാചില്ല. ഇന്നിത് പറഞ്ഞാൽ നമ്മളെ ആളിൽ പരിഹസിക്കും. ഇവിടെ പിശാചില്ല. ദൈവം മനുഷ്യരും തമ്മിലുള്ള സ്നേഹത്തോടെ വർത്തിക്കുന്ന സമയം. അതുകൊണ്ട് ഈ സമയത്തെ 7ാമത്തെ അനുഗ്രഹം, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ മത്തായി 5-ാം അധ്യായത്തിൽ. അതിൽ 7ാമത്തെ അനുഗ്രഹം ഭരണം നമുക്ക് കർത്താവ് തരും എന്നുള്ളതാണ് 7ാമത്തെ അനുഗ്രഹം. അപ്പോഴേ നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്ന് ഇങ്ങനെ ഭൂമിയിലെ ഭരണം നമ്മളെ ഏൽപ്പിച്ച് കർത്താവ് രാജാതി രാജാവും കർത്താതി കർത്താവും ഭരിക്കുമ്പോൾ അതിനോട് ചേർന്ന് നമ്മൾ നിന്ന് ഭരിക്കുന്നു എന്നുള്ള ഒരു വലിയ വസ്തുത നമ്മളെ മറന്നു പോകരുത്. അതുകൊണ്ട് ഇനിയും നമ്മളെ തുടർന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. തീർച്ചയായും ഇന്നത്തെ ചിന്തകളെ നമുക്ക് അനുഗ്രഹപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും 1000 ആണ്ട് വാഴ്ചയുടെ കുറേ ചിന്തകളുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്തായാലും ഒരു കാര്യം ഓർക്കുക, ഒരു കോമൺ പോയിന്റിലേക്ക്, യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന ഒരു ഭരണം, അവിടെ യേശുവിൻ്റെ ക്വാളിറ്റീസ് എല്ലാം അവിടെ കാണും. ജാതികൾ അവിടെ അവൻ്റെ ആ വലിയ നന്മയിൽ അവർ ജീവിക്കും, ജാതികൾ ജീവിക്കും, യഹൂദന്മാർ ജീവിക്കും, യഹൂദന്മാർ അവനോട് കൂടെ ഇരിക്കും. അവിടെ മാത്രമല്ല, അവിടെ യെരുശലേം ടെമ്പിളുണ്ട്, അതിൻ്റെ കാര്യം നമുക്ക് സംസാരിക്കണം. യെരുശലേം ടെമ്പിളുണ്ട്. അവിടെ ടെമ്പിളിലേക്ക് ആരാധനയ്ക്ക് ജാതികളെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കും ഉള്ളതാണ്. നമ്മളവരെ വർഷം തോറും അവരുടെ ടെമ്പിളിലേക്ക് ആരാധനയ്ക്ക് കൊണ്ടുവരണം. എപ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കുന്ന വലിയ അനുഭവം ഇതാണ് 1000 ആണ്ട് വാഴ്ചയുടെ അനുഭവം. നീതിയും സമാധാനവും തമ്മിൽ എതിരേറ്റിരിക്കുന്ന അനുഭവം. ആ ഒരു അനുഭവത്തിൽ ജീവിപ്പാൻ
ദൈവം നമ്മളെയൊക്കെ നടത്തട്ടെ, കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നല്ലോ. അവസാനമുള്ള അനുഗ്രഹം ഈ ലോകത്തെ ഭരിക്കാനുള്ള അവകാശമാണ്. അതും കൂടി നീ തരികയാണല്ലോ കർത്താവേ. അത് വലിയൊരു അവകാശമായിട്ട് തരുന്നു കർത്താവേ. നിന്നോട് ചേർന്ന് കർത്താവേ കഷ്ടത അനുഭവിച്ചെങ്കിൽ നിന്നോടുകൂടെ ചേർന്ന് വാഴും എന്ന് നിൻ്റെ വചനത്തിലുള്ള ഓർത്ത് സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവേ പറയുന്നത്, അവസാനം വരെ വീഴാതെ പിടിച്ചു നിൽക്കുന്നവൻ കർത്താവേ എന്നേക്കുമായിട്ട് നിന്നോടൊപ്പം ജയിക്കുന്നവന് കിരീടം തരും എന്ന് നിൻ്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവമേ, അതുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ നിന്നോട് ചേർന്ന് വാഴുവാനായിട്ട് നീ ഞങ്ങളെ ആക്കിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം കർത്താവേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ ഇത് കാണുന്നു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ചില പ്രയാസങ്ങൾ അടുത്ത കാലങ്ങളിലായിട്ട് വന്നിരിക്കുന്നു. അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൊടിക്കുഞ്ഞ് കർത്താവെ, സംസാരിക്കാൻ വയ്യാത്ത കർത്താവെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞ്, 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞ് കർത്താവെ ചില പ്രയാസങ്ങൾ അതിൻ്റെ ശരീരത്തിൽ കാണുന്നു. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ എന്ത് വ്യഥയായാലും അതൊക്കെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് വ്യഥയായാലും അത് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഡസ്റ്റിനകത്തുള്ള പ്രയാസങ്ങളാണോ, അതോ ശരീരത്തിൻ്റെ നേർവിലുള്ള പ്രയാസങ്ങളാണോ, ബോണിലുള്ള പ്രയാസങ്ങളാണോ എന്നറിയുന്നില്ല. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീ വലിയൊരു വിടുതൽ ആ ഭവനത്തിലേക്ക് അയക്കണം. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ നിത്യമായിട്ടുള്ള രോഗശാന്തി കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി, വീര്യപ്രവൃത്തി ആ ഭവനങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ നിത്യതയിൽ കാണുന്നവരായിരിക്കാൻ കർത്താവെ ഇടവരുത്തും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ ദിവസവും 9 തൊട്ട് 10 വരെ നിങ്ങളുടെ ഭവനത്തിൽ ഇത് എത്തുന്നതാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.